നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡിൽ. കസ്റ്റഡി കാലാവധി തീർന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ജയിലിലേക്ക് തിരിച്ചയക്കാൻ കോടതി ഇന്ന് തീരുമാനിക്കുകയായിരുന്നു. രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. നിലവിൽ രാഹുൽ ജയിലിൽ കഴിയുന്നത് 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്ന് രാഹുലിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനാവുന്നില്ല, പാസ്വേഡ് നൽകാത്തതിനാൽ ലാപ്ടോപ്പ് പരിശോധിക്കാനാകുന്നില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് പോലീസ് 2 ദിവസമാണ് ചോദിച്ചത്. എന്നാൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് കോടതി 1 ദിവസം മാത്രമാണ് അനുവദിച്ചത്. ഈ സമയപരിധി ഇന്ന് രാവിലെ 11 മണിക്ക് അവസാനിച്ച പശ്ചാത്തലത്തിലാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ രാഹുലിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചില്ല. 15-ന് പരിഗണിക്കാൻ മാറ്റിയ കോടതി വീണ്ടും ജയിലിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാലാണ് കോടതിയുടെ നടപടി. നേരത്തെ 2 തവണയാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യ ഹർജി തള്ളിയത്. അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ 30-നായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം SGM കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ നിരാഹാര സമരം തുടങ്ങിയിരുന്നു. പിന്നീട് ഇത് പിൻവലിച്ചു. രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്കായി നേരത്തെ ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. അറസ്റ്റിലായതിനു ശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി നേരത്തെ കോടതി തള്ളിയിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് പുതിയ ജാമ്യ ഹർജി നൽകിയത്. കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് രാഹുൽ ഈശ്വർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എല്ലാവരും സത്യം മാത്രം പറയുകയെന്നും രാഹുൽ പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ജയിലിൽ നിരാഹാരം കിടന്നിരുന്ന രാഹുൽ പിന്നീട് ഉപവാസം അവസാനിപ്പിച്ചിരുന്നു. നിരാഹാരം നിർത്തിയത് കിഡ്നിയെ ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതിനാലാണ് എന്നായിരുന്നു രാഹുലിന്റെ വിശദീകരണം. കിഡ്നിക്ക് പ്രശ്നമാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. 4 ദിവസവും വെള്ളമില്ലാതെയും 5 ദിവസം ആഹാരമില്ലാതെയും കഴിഞ്ഞു. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസാണെന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. കേസിൽ 5ാം പ്രതിയാണ്.